ചതുർവിധേ ഭജന്റെ 4 തരം ആളുകൾ എന്നെ ഭജിക്കും. ആരൊക്കെയാ? ആർത്തോ, അർത്ഥാർത്ഥി, ജ്ഞാനി, ജിജ്ഞാസു. 4 തരം ആളുകളാണ് എന്നെ ഭജിക്കുന്നത് എന്നുള്ള വ്യക്തമായിട്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും. ഈ വിഷയം വെച്ചതൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഗീതാ ധർമ്മമാണെന്ന് പറഞ്ഞത്. കാര്യം എങ്ങും തൊടാൻ പറ്റത്തില്ല ഭഗവത്ഗീതയാവുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പ്രധാനപ്പെട്ട ശ്ലോകം മാത്രം എടുത്തു വെച്ച് അതിന് ഉദാഹരണ സഹിതം പറയുന്നത്. കാര്യം പ്രഭാഷണത്തിന് പറ്റുന്ന 1 മണിക്കൂർ 2 മണിക്കൂർ പ്രഭാഷണത്തിന് പറ്റുന്ന ഒരു വിഷയമല്ല. പോട്ടെ. അപ്പൊ ഇവിടെ ചതുർവിധേ ഭജന്തേ മാം, 4 തരം ആളുകൾ എന്നെ ഭജിക്കുമെന്ന് ഭഗവാൻ തന്നെ പറയുന്നു. ആരൊക്കെ? ആദ്യം പറഞ്ഞത് ആർത്തോ, ആർത്തൻ. ആരാ ആർത്തൻ? ആർത്തൻ. ആർത്തൻ എന്ന് പറഞ്ഞ വേദനയുള്ളവൻ, ദുഃഖം അനുഭവിക്കുന്നവൻ, രോഗം അനുഭവിക്കുന്നവൻ, സമ്പത്തില്ലാതെ വലയുന്നവൻ, ആർത്തൻ. അങ്ങനെയുള്ള ആളുകൾ വരുമ്പോ കണ്ണന്റെ മുന്നിൽ അല്ലേ വരുമെന്ന് മാത്രമല്ല, അവർ നൊന്തു വിളിക്കും, കരഞ്ഞു വിളിക്കും. ഹൃദയം പൊട്ടുമാറ് ആർദ്രതയോടുകൂടി കണ്ണനെ നൊന്തു വിളിക്കും. എന്താ വിളിക്കാൻ കാര്യം? ദുഃഖം. അതുകൊണ്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, 4 തരം ആളുകളിൽ ഏറ്റവും പ്രധാനമായി എന്നെ വിളിക്കുന്നവൻ ആര്? ആർത്തൻ, വേദന അനുഭവിക്കുന്നവൻ. ഒന്നും കാണത്തില്ല, വസ്തു നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, ഒക്കെ വിറ്റു, വാടക വീട്ടിലേക്ക് മാറി. ഈ സമയം തന്നെ കാശ് ചോദിച്ച് ചെല്ലുമെന്ന് മനസ്സിലാക്കിയ ബന്ധുജനങ്ങൾ നമ്മളെ വിട്ടുപോകുന്നു. ബന്ധുജനങ്ങൾ അടുപ്പിക്കാതെ. കാര്യം എന്താ? കടം കൊടുക്കേണ്ടി വരും, അല്ലേ? സഹായിക്കേണ്ടി വരും. അപ്പൊ ആർത്തന്മാര് എവിടെയുണ്ട്? അവരൊക്കെ കരഞ്ഞു വിളിക്കും. ഒരുപാടൊന്നും വേണ്ട ഭഗവാനെ. ഇന്ന് വാടക വീട്ടിൽ കഴിയുന്നു, ഒരു 2 സെന്റ് അല്ലെങ്കിൽ 3 സെന്റ് വസ്തു, ഒരു വീട്, എന്റെ മക്കൾക്ക് 3 നേരവും അന്നം കൊടുക്കുവാനുള്ളൊരു മാർഗം, ഇതെങ്കിലും തരണേ എന്ന് ആ കണ്ണനെ കണ്ട് കരഞ്ഞു വിളിച്ചു പറയും. അല്ലേ? പറയുമോ? ആർക്കും അനുഭവമില്ലല്ലോ. ആരെങ്കിലും ഒന്ന് പറ. ഭഗവാന്റെ കാര്യമല്ലേ പറയുന്നത്, വീട്ടുകാര്യമല്ലല്ലോ. ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ എനിക്കും ഒരു സന്തോഷമാവും പുതിയ പുതിയ കാര്യങ്ങൾ പറയും. അപ്പൊ കരഞ്ഞു വിളിക്കും, പറയും. എങ്ങനെയാ കരയുന്നത്? കുന്നുപോലെ ധനങ്ങൾ അനവധി തന്നു ഞങ്ങളെ പേടിയില്ലെങ്കിലും, ഉണ്ണുവാനും ഉടുക്കുവാനും ഭവാൻ എന്നുമേഘനെ കൃഷ്ണ ഹരേ ജയ. ഇങ്ങനെ പ്രാർത്ഥിക്കാറില്ലേ? കുന്നുപോലെ ധനങ്ങൾ അനവധി തന്നു ഞങ്ങളെ പേടിയില്ലെങ്കിലും, ഉണ്ണുവാനും ഉടുക്കുവാനും ഭവാൻ എന്നുമേഘനെ കൃഷ്ണ ഹരേ ജയ. ഇതെന്റെ അപ്പൂപ്പൻ എഴുതിയത്, എൻ്റെ അമ്മയുടെ അച്ഛൻ കവിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ചപ്പള്ളിൽ വേലായുധൻ. അദ്ദേഹം എഴുതിയത്. നൊന്തു വിളിക്കും. കുന്നുപോലൊന്നും വേണ്ട, ധനമൊന്നും വേണ്ട അധികം. കുന്നുപോലെ ധനങ്ങൾ അനവധി തന്നു ഞങ്ങളെ പേടിയില്ലെങ്കിലും, അതെല്ലാം തന്ന് ഞങ്ങളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും സംരക്ഷിച്ചില്ലെങ്കിലും, ഭഗവാനെ ഉണ്ണുവാനും ഉടുക്കുവാനും ഭവാൻ. ഉണ്ണണം, ഉടുക്കണം, ഇത് രണ്ടുമാണല്ലോ ഒരു ജീവിയുടെ, മനുഷ്യന്റെ പ്രാഥമികമായ കാര്യം. അതാണല്ലോ ഗുരുദേവൻ പറഞ്ഞത്, അന്ന വസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ആർക്കാ? ആർത്തന്മാർക്ക്, അല്ലാതെ ചിന്തിപ്പിക്കാർക്കല്ല. അങ്ങനെ പറഞ്ഞില്ല ഗുരു. അത് പേറ്റന്റ് എടുത്തിരിക്കുക. ആരുടെയും അല്ല ഗുരു. ഈ പ്രപഞ്ചം ഒന്നാകെ നിലനിൽക്കുന്ന ചരാചരങ്ങളിലെ ഗുരുവാണ്. അതുപോലെ തന്നെയാണ് ചട്ടമ്പിസ്വാമി തിരുവടികൾ. അതുകൊണ്ട് തന്നെയാണ് ചട്ടമ്പിസ്വാമി തിരുവടികൾ ആദ്യം പറയുന്നത് വേദാധികാര നിരൂപണത്തിലൂടെ
ആ ഒരു പുസ്തകത്തിലൂടെ വേദാധികാര നിരൂപണത്തിലൂടെ പറയുന്നു, ശൂദ്രൻ വേദം കേൾക്കണം, പഠിക്കണം, കാണണം. അന്നത്തെ കാലത്ത് പറയുമായിരുന്നു ശൂദ്രൻ വേദം കേൾക്കാൻ പാടില്ല, കാണാൻ പാടില്ല, പഠിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരു പുസ്തകം തന്നെ ദൈവം എഴുതി, വേദാധികാര നിരൂപണം. നിർഭാഗ്യകരം എന്ന് പറയട്ടെ, പന്മന ആശ്രമത്തെ പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പബ്ലിഷ് ചെയ്തില്ല. കാര്യം എന്താ, ശൂദ്രൻ പഠിക്കണമെന്ന് പറയുന്നതല്ലേ. അപ്പൊ ഗുരുക്കന്മാരെ ഓരോരുത്തർ പേറ്റന്റ് എടുക്കുക. ഇപ്പൊ ഇവിടെ ആർത്തന്മാരാണ് ഭഗവാനെ വിളിക്കുന്നത്. അപ്പം ദുഃഖം തരുമ്പോ ആലോചിച്ചോണം. ദുഃഖം തരുന്നുവെങ്കിൽ ഭഗവാൻ നമ്മളെ പ്രസാദിക്കുകയാണ്. കാര്യം എന്താ, ദുഃഖം വരുമ്പോൾ നമ്മൾ ഭഗവാനെ വിളിക്കും. ദുഃഖമില്ലാത്തവരോ, സമ്പത്തുള്ളവർ വിളിക്കൂ? വിളിക്കില്ല, വളരെ വിരളമാണ്. അപ്പോ ഈ അവസ്ഥ വന്നാൽ കരഞ്ഞ് വിളിക്കും, വേറെ ആരെയും വിളിക്കത്തില്ല. ഇതിനെല്ലാം ശാശ്വത പരിഹാരം തരാൻ കഴിയുന്ന സർവേശ്വരനാകുന്ന കണ്ണനെ തന്നെ വിളിക്കും. പിന്നെ ഈ അവസരം അങ്ങോട്ട് വന്ന് പണമില്ല, പട്ടിണി, കടം വാങ്ങിച്ചു, തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല, ഇതെല്ലാം വന്ന് ഇങ്ങനെ വിഷമിക്കുന്ന അവസ്ഥ വരും. അപ്പോൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കും, കഷ്ടകാലം മുഴുത്തു സമസ്തവും നഷ്ടമായടിയങ്ങൾക്കു ദൈവമേ, ഇഷ്ടബന്ധുക്കൾ പോലും വെറുത്തുപോയി, ഇഷ്ടപേശ്വര കൃഷ്ണ ഹരേ ജയ. കഷ്ടകാലം മുഴുത്തു സമസ്തവും നഷ്ടമായടിയങ്ങൾക്കു ദൈവമേ. കഷ്ടകാലം മുഴുത്തിട്ട് സകലതും ഉണ്ടായിരുന്നതൊക്കെയും നഷ്ടമായി അടിയങ്ങൾക്ക്. പിന്നോ ഇഷ്ടബന്ധുക്കൾ പോലും വെറുത്തുപോയി. അതുവരെ ബന്ധമുണ്ടായിരുന്ന ഇഷ്ടബന്ധുക്കൾ, തൻ്റെ നിന്ന് മാത്രം കരുതിയിരുന്ന സഹോദരൻ സഹോദരി, അതുപോലെ തന്നെ ബന്ധുജനങ്ങളൊക്കെയും, മക്കൾ, ഭാര്യ, ഭർത്താവ്, അങ്ങനെയുള്ള ബന്ധുക്കളൊക്കെയും എല്ലാം വിട്ടുപോകും. കഷ്ടകാലം മുഴുത്തു സമസ്തവും നഷ്ടമായടിയങ്ങൾക്കു ദൈവമേ, ഇഷ്ടബന്ധുക്കൾ പോലും വെറുത്തുപോയി, വിഷ്ടവേശ്വര കൃഷ്ണ ഹരേ ജയ. അങ്ങനെയുള്ളവരും വിളിക്കും ഭഗവാൻ. ബന്ധുജനമെല്ലാം വിട്ടുപോയി, ആരും ആശ്രയമില്ല എന്നൊരവസ്ഥ വരുമ്പോ കണ്ണനെ കണ്ട് നൊന്ത് വിളിച്ച് കരഞ്ഞ് വിളിച്ച് സങ്കടപ്പെടും. ഇനി ഒരു വിഭാഗം വിളിക്കും. ഭക്തി എന്ന് പറയുന്നത് 50 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് മതി. എന്തിനാണ് കുട്ടിക്കാലത്തെ ഭക്തി? ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസം തുടങ്ങേണ്ടത് ഗർഭോദരത്തിലാണ്, അന്ന് തുടങ്ങേണ്ടെന്ന ഭക്തി. ഞാനല്ല പറഞ്ഞത്, എന്നെ കൊണ്ട് പറയിപ്പിച്ചത് ഭാഗവതമാണ്. ഗർഭവതിയാണെന്ന് അറിഞ്ഞ അന്ന് മുതൽ ഭഗവത് കഥകൾ കേട്ട ആസുരിക ഭാവമുള്ള ഒരച്ഛന്റെയും അമ്മയുടെയും മകനായി ഗർഭ ഉദരത്തിൽ വന്നുദിച്ച ആ കുഞ്ഞു ബാലനെ, നാരദ മഹർഷിയുടെ കഥകൾ കേട്ട് ആ കയാധുവിന്റെ വയറ്റിൽ കിടന്ന് വളർന്നു വന്ന കയാധുവൻ, ഹിരണ്യ കശുവിന്റെ മകൻ, 9 ഭക്തിയുടെ 9 മാർഗങ്ങൾ കാട്ടിത്തന്ന ഭക്ത പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദൻ ഗർഭോദരത്തിൽ വെച്ചാണ് വിദ്യാഭ്യാസം തുടങ്ങിയത്. ആ പ്രഹ്ലാദൻ നമ്മളോട് പറഞ്ഞു തരുന്നത് ശ്രവണം കീർത്തനം വിഷ്ണു, ശ്രവിക്കണം, കീർത്തിക്കണം. ശ്രവണം കീർത്തനം വിഷ്ണു, സ്മരണം പാദസേവനം, സ്മരിക്കണം, പാദസേവ ചെയ്യണം. അർച്ചനം വന്ദനം ദാസ്യം, അർച്ചിക്കണം, വന്ദിക്കണം, ദാസ്യപ്രവൃത്തി ചെയ്യണം. അർച്ചനം വന്ദനം ദാസ്യം. സഖ്യം, സഖ്യത്തിൽ പെടണം. സഖ്യം, ആത്മനിവേദനം, ആത്മനിവേദനം നടത്തണം ഭഗവാനുമായി. അങ്ങനെ ആത്മനിവേദനം നടത്തുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു, ഒരു 10-15 പ്രാവശ്യം ഞാൻ കണ്ടു, ഇപ്പോഴും മതിയായിട്ടില്ല. എന്താണ്? ജോലി കഴിഞ്ഞു, കല്യാണമൊക്കെ ആയ വീട്ടിൽ ജോലി ഇല്ല, നാളെ മുതൽ തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന ബാലാമണി. ആ ഭഗവാന്റെ വിഗ്രഹം ഇല്ല, ഒരു ഫോട്ടോ അതെടുത്ത് ബാഗ് വെച്ചിട്ട് പറഞ്ഞു, ഇത്രയും കാലം ഞാൻ വെച്ചു, വിളക്ക് കത്തിച്ചു, മാല ഇട്ടു, എല്ലാം ചെയ്തു, ഇനി ഇരിക്കാൻ സ്ഥലമില്ല, എവിടെ ഇരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നാളെ കിട്ടുന്ന സ്ഥലത്തിരുന്നോണം, ഇല്ലെങ്കിൽ ഈ ബാഗിൽ ഇരുന്നോണം. ആരോടാ പറയുന്നത്? ഇതിനെല്ലാം കാരണഭൂതനായിട്ടുള്ള സർവേശ്വരനാകുന്ന, ഈ ജഗത്തിന് നിയന്താവായിട്ടുള്ള കാരുണ്യഭൂതനാകുന്ന സർവേശ്വരനാകുന്ന കൃഷ്ണ ഭഗവാൻ കണ്ണനോടാ പറയുന്നത്. ആ ഭഗവാൻ എവിടെ കൊണ്ടെത്തിച്ചു ഇല്ലേ? ആത്മനിവേദനം നടത്തി ആ ബാലാമണിയെ കൊടിമരത്തിന്റെ കീഴിൽ ചെന്ന് കല്യാണം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ആർക്കും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ അവിടെ നിന്നുകൊണ്ട് കൈ കാണിക്കുന്നു ഉണ്ണിയേട്ടൻ. ആ രൂപത്തിൽ വന്നു, ഉണ്ണിയേട്ടന്റെ രൂപത്തിൽ വന്നിട്ട് കൈ കാട്ടി അകത്ത് കയറി പോകുന്നു. കണ്ടു, ഞാനേ കണ്ടുള്ളൂ.
എന്ന് ബാലാമണിയെ കൊണ്ട് പറയിപ്പിക്കുക. അതുപോലെ ഭക്തരാണോ നിങ്ങളെ തീർച്ചയായിട്ടും ഏതെങ്കിലും രൂപത്തിൽ വന്ന് കണ്ടിരിക്കും ഭഗവാൻ. ഒരു വാഹനത്തിൽ പോകുമ്പോൾ ആക്സിഡന്റ് ഉണ്ടായാൽ ആ ആക്സിഡന്റ് സമയത്ത് ഭഗവാൻ ഭക്തരാണോ, ആ ഭഗവാൻ തൊട്ടടുത്ത നിമിഷം ആ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് വരും ആരുടെയെങ്കിലും രൂപത്തിൽ. എന്നിട്ട് ആ വീണ് കിടക്കുന്ന ആളിനെ, തന്റെ ഭക്തനെ പെട്ടെന്ന് ആശുപത്രിയിലാക്കും. ചിലപ്പോൾ രാത്രി 2 മണി സമയമായിരിക്കും, ആരുമില്ല, ഓടി വന്ന കാറ് ഇത് വെട്ടത്തിൽ ഇത് കണ്ടു, എടുത്തുകൊണ്ട് ആശുപത്രിയിലാക്കി ചികിത്സ കൊടുത്തു, വീട്ടിൽ വിളിച്ചു പറഞ്ഞ് അവർ വരുന്നവരെ കാത്തിരുന്നു, എന്നിട്ട് അവരെ ഏൽപ്പിച്ചിട്ട് പോകുന്ന എത്രയോ സംഭവങ്ങൾ. അതാണ് ഭഗവാൻ. പക്ഷേ ഭരണസ്ഥിരാകേന്ദ്രമാകുന്ന സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വാഹനം ഇടിച്ച് കിടന്നിട്ട് മണിക്കൂറുകളോളം കിടന്ന് രക്തം മാർന്നൊഴുകി മരിച്ച് പോലീസ് വരുന്നവരെ കാത്തു കിടന്ന് മരിച്ച എത്രയോ സംഭവങ്ങൾ. അപ്പോ ഭക്തനാണോ, ഭഗവാൻ വരും. നിങ്ങൾക്കും എനിക്കും പറ്റുന്ന തെറ്റ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഭഗവാൻ ചതുർബാഹു ആകുന്ന അല്ലെങ്കിൽ ശംഖ് ചക്ര ഗദാപത്ന രൂപത്തിലുള്ള ഒരു രൂപത്തെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ പീലി തിരുമുടിയുള്ള ഉണ്ണിക്കണ്ണനെ ആ ഓടക്കുടലുമായി ഉള്ള ആ മഞ്ഞ പട്ടാമ്പരം ചുറ്റിയ ആ ഭഗവാനെയാണ് നമ്മൾ തിരക്കുന്നത്. ആ രൂപത്തിൽ ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്കും എൻ്റെ അടുത്തേക്കും ഭഗവാൻ വരില്ല. ഭഗവാൻ ഏതെങ്കിലും രൂപത്തിൽ വരും. അങ്ങനെ വരണമെങ്കിൽ നന്നായി നൊന്തു വിളിക്കണം. അപ്പോ ഗർഭോദര വിദ്യാഭ്യാസം വന്ന പ്രഹ്ലാദൻ അങ്ങനെ ആകാമെങ്കിൽ, അഭിമന്യു അങ്ങനെ ആകാമെങ്കിൽ, കുശലവന്മാർ അങ്ങനെ ആകാമെങ്കിൽ, ഗർഭോദര വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം വീണ്ടും ഞാൻ പറഞ്ഞത്. ഇവിടെ ഞാൻ പറയുന്നു, 50 വയസ്സ് 60 വയസ്സായിട്ട് മതിഭക്തി, അതുവരെ തിലകം ചാർത്തി ചീകിയും അഴകായി അല്ലേ അങ്ങനെ കൊണ്ടു നടന്ന ഒരു പുണ്യ ശരീരമുണ്ടല്ലോ, ഒരു ശിരസ്, കുറെ കഴിയുമ്പോൾ ഒരു വില പിടിയാത്ത തലയോടായി മാറും എന്ന് പറയുന്ന ഒരവസ്ഥ. ആ ബോധം വരണമെങ്കിൽ 60 കഴിയണമെന്നാണ് ഭക്തിയില്ലാത്ത ആളുകൾ പറയുന്നത്. 60 കഴിയുമ്പോഴാണ് അത്രയും നാൾ അണിഞ്ഞൊരുങ്ങിയ പട്ടുസാരി കൊടുത്ത്, ചുരിദാർ കൊടുത്ത്, അല്ലെങ്കിൽ നല്ല മുണ്ട് ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് കണ്ണാട്ട് മുമ്പിൽ എത്രയോ സമയം ചെലവഴിച്ച് നേരെ നിന്ന് നോക്കി പോരാ, ചരിഞ്ഞു നിന്ന് നോക്കി, തിരിഞ്ഞു നിന്ന് നോക്കി, പുറകിലൊരു കണ്ണാടി കൊണ്ട് പിടിച്ച് നോക്കി, എന്നിട്ടും ബാക്കിയൊക്കെ ഭാഗങ്ങൾ ഒരുക്കി ആ ശരീരത്തെ ഇങ്ങനെ ശരീരബോധത്തോടു കൂടി, ഞാനാണ് ഈ ശരീരം എന്ന ബോധത്തോടുകൂടി കൊണ്ടു നടക്കുന്ന നമ്മൾ 60 കഴിയുമ്പോൾ മനസ്സിലാകും, കണ്ണാടി നോക്കുമ്പോൾ എങ്ങനെയൊക്കെ ഒരുങ്ങിട്ടും തൃപ്തി വരുന്നില്ല. കാരണം എന്താ? മുഖത്തിന്റെ ഷേപ്പ് മാറി, തൊലി ചുളുങ്ങി, കണ്ണ് കാണാൻ വയ്യാതായി, മുടി നരച്ചു തുടങ്ങി, ശരീരമാസകലം വേദന തുടങ്ങി, മുട്ടുവേദനയായി. ഇനി ഭഗവാനെ വിളിക്കാൻ നിവൃത്തിയില്ല, വിളിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോ വിളിക്കും അല്ലയോ? കണ്ണു രണ്ടും കുഴിഞ്ഞു കവിളൊട്ടി, ദണ്ടുപോലെ മെലിഞ്ഞു ശരീരം, കണ്ണാ നീ കനിവോടൊഴിവാക്കണേ, ദണ്ഡമൊക്കെയും കൃഷ്ണാഹരേ ജയ. നമ്മുടെ പ്രാർത്ഥനയല്ലേ ഇത്? കണ്ണു രണ്ടും കുഴിഞ്ഞു കവിളൊട്ടി. കണ്ണ് രണ്ടും കുഴിഞ്ഞു. എത്ര പ്രസരിപ്പുള്ള നല്ല താമര ഇതള് പോലെയുള്ള നീണ്ട കണ്ണുകൾ, സൗന്ദര്യത്തിന്റെ പ്രതീകമായി നല്ല വീലിയൊക്കെ ആയിട്ട് വിളങ്ങി നിന്ന ആ കണ്ണ് ഇന്ന് കുഴിഞ്ഞകത്തേക്ക് പോയി അല്ലേ? കവിളൊട്ടിയിട്ട് 2 ഭാഗവും അകത്തേക്ക് പോയിട്ട് മോണ കാണാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറി ഈ ശരീരം. അതുവരെയും നമ്മൾ അഭിമാനിച്ച് നടന്ന നമ്മുടെ ആ ശരീരമുണ്ടല്ലോ, ഇന്ന് ഏതവസ്ഥയിലായി? കണ്ണു രണ്ടും കുഴിഞ്ഞു കവിളൊട്ടി, ദണ്ടുപോലെ മെലിഞ്ഞു ശരീരം. ശരീരം അത്രയും കാലം നല്ല കൊഴുത്ത് നല്ല രീതിയിലിരുന്ന ആ ശരീരം ഇന്നൊരു ദണ്ട് പോലെയായി, ഒരു ഒലക്ക പോലെയായി, ഒരു വടി പോലെയായി. കണ്ണാ നീ കനിവോടൊഴിവാക്കണേ, കണ്ണാ നിനക്ക് കനിവ് തോന്നിയിട്ട് ഒന്ന് ഒഴിവാക്കണേ, ദണ്ഡമൊക്കെയും കൃഷ്ണാഹരേ ജയ. എന്റെ ഈ കാലിന്റെ വേദന, മുട്ടിന്റെ വേദന, നടുവിന്റെ വേദന, വടലി വേദന, തലയൊന്ന് ഉയർത്തി നിൽക്കുവാൻ ഒന്നുമില്ലെങ്കിൽ ഈ റെയിൽവേ ക്രോസ് കടന്ന് ഈ മുറിച്ചാലൻകൂട് അമ്പലത്തിലേക്ക് വന്ന് ആ കണ്ണന്റെ രൂപം, ആ ശിലാവിഗ്രഹത്തിൽ ഒന്ന് കണ്ട് തൊഴുതൊന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഭാഗ്യം തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമയം വരുമെന്ന് 60, 65, 70 അപ്പോഴത്തേക്ക് കാലം അതിക്രമിച്ചു. പിന്നെ എങ്ങനെയാണ് വിളിക്കാൻ പറ്റുന്നത്? ഓർമ്മയില്ല. പഠിച്ചു വെച്ച നാമം കൂടി മറന്നു പോകുന്നു. അഥവാ ഓർത്താൽ തന്നെ പൂർത്തീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. ഇതാണ് നമ്മളുടെ ജീവിതം. ഇത്രയും കാലം ഞാനെന്ന് അഭിമാനിച്ച, എൻ്റെ ഏതെന്ന് അഭിമാനിച്ച, പൊടി പറ്റിക്കാതെ പൗഡർ ഇട്ട് സൗന്ദര്യബോധത്തോടു കൂടി ജീവിച്ച ഈ ശരീരം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ആ സ്ഥാനത്ത് എത്തുമ്പോൾ മാത്രമേ ഇത് ബോധപ്പെടൂ.
അത്രയും കാലം ആർക്കും ഇത് ബോധപ്പെടില്ല. വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറയുന്നു, നീ എന്നെ ആശ്രയിച്ചാൽ നിന്നെ ഞാൻ കൈവിടിയില്ല. അങ്ങനെ കൈവിടിയാതിരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു 18-ാമത്തെ അധ്യായം 2 വരി ഞാൻ പറഞ്ഞു, വ്യാഖ്യാനിച്ചു അല്ലേ? ആ 18-ാമത്തെ അധ്യായത്തിൽ 66-ാമത്തെ ശ്ലോകത്തിൽ വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറയുന്നു, നിന്നെ ഞാൻ എൻ്റെ കൈക്കുള്ളിൽ കൊണ്ട് നടക്കണമെങ്കിൽ, നിന്നെ ഞാൻ ഒരു ആവരണമായി സംരക്ഷിക്കണമെങ്കിൽ നീ എന്താ ചെയ്യേണ്ടുന്നത്? മാമേകം ശരണം വ്രജ. മാമേകം, നീ എന്നെ തന്നെ ശരണം പ്രാപിക്കണം. അഹം തു സർവപാപിഭ്യം, ഞാൻ നിന്റെ സകല പാപങ്ങളും മാറ്റി. മോക്ഷേക്ഷാമിയ മാസുജ, മോക്ഷം, ആത്യന്തികമായ മോക്ഷം നിനക്ക് ഞാൻ തരും. ഇത് നമുക്ക് ഉറയ്ക്കാതെ പോകും. ഇത് ഉറയ്ക്കാത്തത് കൊണ്ടാണ് നമ്മൾ പലയിടത്തും പോകുന്നത്. എന്താ, ശബരിമല പോകുന്നു അല്ലേ? പോകത്തില്ലേ? എന്തിനു പോകണം? ഗുരുവായൂർ പോകുന്നു. ഇവിടുത്തെ കണ്ണിനെ തൊഴത്തില്ല, ഗുരുവായൂർ പോയാലേ തൃപ്തി വരൂ. കാര്യം എന്താ? സമ്പത്തുണ്ട് അവിടെ, ആർഭാടമുണ്ട് അവിടെ, എപ്പോഴും പൂജാതി കർമ്മങ്ങൾ, മന്ത്രോച്ചാരണങ്ങൾ. പക്ഷെ കണ്ണിന് വ്യത്യാസമുണ്ടോ? അവിടുത്തെ കണ്ണിന് ഇവിടുത്തെ കണ്ണിന് വ്യത്യാസമുണ്ടോ? അതും ശിലാവിഗ്രഹത്തിൽ തീർത്തതാണ്, ഇതും ശിലാവിഗ്രഹത്തിൽ തീർത്തതാണ്. പിന്നെ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നു, അവര് നാമസങ്കീർത്തനം നടത്തുന്നു, അത്രയും ചൈതന്യം ഉണ്ടാകുന്നു. ഇവിടെയും സദാസമയവും കുറെ ആളുകളെങ്കിലും നാമ സങ്കീർത്തനം നടത്തുമെങ്കിൽ ഇത് വരും, നല്ല അവസ്ഥയിലേക്ക് വരും. എവിടെ നാമസങ്കീർത്തനം ഉണ്ടോ അവിടെ കരിയില്ലാതാകും, ആ ക്ഷേത്രങ്ങൾ വരും. ഇന്ന് ക്ഷേത്രങ്ങളിൽ നാമസങ്കീർത്തനമില്ല, എഴുതി വെക്കും. ശബ്ദം നാമജപത്തിന് മാത്രം. പറയുന്നതോ കാണുന്നവരുടെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ മരുമോടെ കുറ്റവും കുറവും അല്ലേ? മരുമോട് എന്ത് പഠിച്ച? MSc കാരിയാ. ഉടനെ പറയും MSc പഠിച്ച ആളല്ലേ. ഉടനെ പറയും MSc ആയിട്ട് എന്താ കാര്യം, ബിടെക് ആയിട്ട് എന്താ കാര്യം, കാര്യം എന്താ, ബാക്കിയൊക്കെ കുഴപ്പമാണ് അല്ലേ? ഇങ്ങനെ കാര്യം പറയാനാണ് മിക്കവാറും ആളുകൾ ക്ഷേത്ര ദർശനം നടത്തുന്നത്, വിശേഷങ്ങൾ അറിയുവാൻ. അങ്ങനെ ആവരുത്. ഭക്തിയോടുകൂടി ഭഗവാനെ ആശ്രയിക്കണം. ആ ഭഗവാൻ കൈവിടിയില്ല. ഭക്തി ഉള്ളിടത്തെ ഭഗവാൻ ഉള്ളൂ.